ഹലോ! ഒത്തിരി നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഒട്ടും പ്ലാനിംഗ് ഇല്ലാണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ തന്നെ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യാറുള്ള കാര്യമാണ് ഇയർലി പ്ലാനർ, മന്ത്ലി പ്ലാനർ സ്പ്രെഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എല്ലാം ഒന്ന് ഓക്കെ ആയി മൂഡൊക്കെ ഒന്ന് സെറ്റായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജാനുവരി ഫസ്റ്റൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പിന്നീട് കാണിച്ചിട്ട് പ്രയോജനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എനിവേ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് പുറത്തിരുന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. ഇങ്ങനെ തന്നെ ചെയ്യാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്. ഇത്തവണ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കാണുക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ജേണൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു എവറിഡേ പ്ലാനറാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ബ്രാൻഡിൻ്റെ പേര് ഞാൻ ഒന്നുകൂടി ക്ലോസ് ആയിട്ട് കാണിക്കാം കേട്ടോ അവസാനം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പേജ് നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല എലഗൻ്റായിട്ട് ഫീൽ ചെയ്തു. പിന്നെ പ്ലാനർ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് പേജിൽ ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ഒരു ഡിസൈൻ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാനായിട്ടൊരു ഭംഗിയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അതിന് മുന്നേ ഉള്ള ബ്ലാങ്ക് സ്പേസ് നമുക്ക് എന്തെങ്കിലും കോഡ്സോ അല്ലെങ്കിൽ ഈ ഇയറിന് വേണ്ട ഒരു മോട്ടിവേഷണലായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യമൊക്കെ എഴുതി വെക്കാനോ അല്ലെങ്കിൽ വരച്ചു വെക്കാനോ ഒട്ടിച്ചു വെക്കാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നത്തെ പേജ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹേയ് ജേണൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുന്ന രീതിയിൽ ഒരു ലെറ്റർ പോലെ നമുക്ക് എഴുതുന്ന രീതിയിൽ അവർ കൊടുത്തിരിക്കുകയാണ്. അവിടെ നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നു. പിന്നെ ഉള്ളത് മൈ ജേണൽ സെൽഫ് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫ്രണ്ട് പേജ് പോലെ കൊടുത്തിരിക്കുകയാണ്. ബിലോങ്സ് ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ പേര് എഴുതാം. അപ്പോൾ ഈ ഒരു പ്ലാനർ തുറക്കുമ്പോൾ ഉള്ള ആദ്യത്തെ പേജായിട്ട് ഇത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, പേരെഴുതാനുള്ള ഈ ഒരു സ്പേസ്. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഇവിടെ ന്യൂ ഗോൾസ്, ന്യൂ ഇയർ, ന്യൂ ബിഗിനിങ്, ന്യൂ യു എന്നൊക്കെ പറഞ്ഞിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വാക്കുകൾ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോഫിയുടെ ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ ആ ഒരു ഇമേജിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഇമേജ് ഒട്ടിക്കുകയും ചെയ്യാം. ഇനിയുള്ളത് ഇയർലി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന പേജാണ്. ഈ പേജ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഈ പേജ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു 5 കോളമായിട്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച മേജർ ലൈഫ് ലെസൺ എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഏറ്റവും ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് പഠിച്ചത്, ഓർത്ത് വെക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടാണ് ഈ ഒരു 5 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ചില കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് തന്നെ പുതിയ വർഷം തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത പേജിൽ ഐ ആം എ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്. മൈ ഹാപ്പി പിക്ചർ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ തന്നെ ഒരു ഹാപ്പി പിക്ചർ ഒട്ടിച്ചു വെക്കാം. താഴെ എവറിത്തിങ് ഈസ് ഫാളിങ് ഇൻ ടു പ്ലേസ് ആസ് ഇറ്റ്സ് മെൻറ്റ് ടു ബി എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്കത് ആ കോട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പ്ലാനറിൻ്റെ തന്നെ ഒരു മേജർ പേജ് ആയിട്ടുള്ള, നമുക്ക് എന്തിനാണ് നമ്മൾ പ്ലാനർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാനായിട്ടാണ് അല്ലേ. അപ്പോൾ ഗോൾ പ്ലാൻ ചെയ്യാനുള്ളൊരു സ്പേസ് എല്ലാ പ്ലാനറിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ അതിനുള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു പേജാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഗോൾ ആക്ഷൻ പ്ലാൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗോൾസ് മാത്രം എഴുതി വയ്ക്കാനുള്ളതല്ല. ഇവിടെ നമുക്ക് ഗോൾസിനോടൊപ്പം ചലഞ്ചസും മോട്ടിവേഷനും കൂടി എഴുതി വയ്ക്കാനായിട്ട് പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്ന ആ ഒരു പാതയിൽ നമ്മളെ ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അത് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ അതിൽ നിന്നും നമ്മളെങ്ങനെ ഓവർകം ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരണം അതിനുള്ള സ്റ്റെപ്സും എഴുതി വയ്ക്കാം. അപ്പോൾ ആ രീതിയിൽ 2-3 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഓരോരോ സ്റ്റെപ്സ് ആയിട്ട് എഴുതി വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് പേജ് ആനുവൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. കൂടുതലും ഫിനാൻഷ്യലി കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പേജ് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. കൃത്യമായിട്ട് നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനും ഇൻകവും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനും അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് ഓരോ ഇയർ കഴിയുമ്പോഴും നമ്മുടെ ആ ഒരു ഫൈനാൻഷ്യൽ ജേർണി വിലയിരുത്താനായിട്ട് ഈ ഒരു പേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്നാണ് ഒരു പേജിൽ കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വിഷൻ ബോർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പേജാണ്. വേണമെങ്കിൽ നമുക്ക് ഓരോ കാറ്റഗറിയുടെയും താഴെ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ട് അത് ഒട്ടിച്ച് വയ്ക്കാനും ഈ പേജ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മൈ വിഷൻ ബോർഡ് എന്നാണ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് 5 കാറ്റഗറീസ് ആയിട്ട് അതിനിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ഈ ഒരു പേജിൽ സെൽഫ് റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ജേർണലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേജ് ഇത് തന്നെയാണ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സിറ്റുവേഷൻസിനെ കുറിച്ച് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനായിട്ട് ഈ ഒരു പേജ് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് നമുക്ക് ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ നമ്മുടെ തന്നെ സ്ട്രോങ് പോയിൻറ്റ്സും വീക്ക് പോയിൻറ്റ്സും മനസ്സിലാക്കാനും, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ നമ്മളെ എന്താണ് ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ അഷെയിംഡ് ആക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തിരിച്ചറിവുണ്ടാവാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പേജിൽ നമ്മൾ എഴുതി വെക്കുന്ന ആൻസേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പേജ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് ട്രാവൽ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ടുള്ള ഒരു പേജാണ്. അവിടെ ട്രാവൽ ബക്കറ്റ് ലിസ്റ്റായിട്ട് മാത്രമല്ല കേട്ടോ, പ്ലേസസ് ടു വിസിറ്റ് ഉണ്ട്, പക്ഷേ അത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തിങ്സ് ഐ വോണ്ട് ടു ടേസ്റ്റ്, ഐ വോണ്ട് ടു ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി എഴുതി വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. 4 കോളംസ് ആയിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി അടുത്തത് ഒരു ചെറിയൊരു പസിൽ പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. പസിൽ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഈ വർഷം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ എഴുതി വയ്ക്കാനുള്ള സ്പേസാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ആ ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ കുറേ ആൽഫബറ്റ്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന 3 വേർഡ്സ് എന്താണോ ആ 3 വേർഡ്സ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വർഷത്തെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള 3 കാര്യങ്ങളായിട്ട് എഴുതി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് 5 വേർഡ്സ് എന്ന് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 5, അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന സ്പേസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 3 വേർഡ്സ് എങ്കിലും നമ്മളവിടെ നമുക്കവിടെ എഴുതി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയാണ് ആ ഒരു പേജിലുള്ളത്. പിന്നെ തൊട്ടടുത്ത ഈ പേജിൽ കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇനി അടുത്ത ന്യൂ ഇയറിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി തുടങ്ങാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളെയൊക്കെ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുതി വെക്കാനുള്ള സ്പേസ്. അപ്പോൾ അവിടെ പോസിറ്റീവ് അഫർമേഷൻസ് എഴുതി വെക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്ത കാര്യവും, അതുപോലെ നമ്മൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യവും, ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റും ഒക്കെ എഴുതി വെക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്ന പേജിൽ ഉള്ളത്. നെക്സ്റ്റ് മേക്ക് യുവർ ഗോൾസ് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഗോൾസ് എഴുതാനുള്ളൊരു സ്പേസാണ്. ഇവിടെ എഗെയിൻ നമ്മുടെ മേജർ ഗോൾ എന്താണോ ആ ഒരു ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സായിട്ട് ചില കാര്യങ്ങൾ എഴുതാനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ലെറ്ററിനെയും ഒന്ന് ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ എഴുതാനായിട്ട് കുറച്ച് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ അത് എത്ര നാൾ കൊണ്ട് അച്ചീവ് ചെയ്യണം, എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് അക്കംപ്ലിഷ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടും. അപ്പോൾ അങ്ങനൊരു പേജാണത്. നെക്സ്റ്റ് പേജ് മന്ത്ലി സ്പ്രെഡ് തുടങ്ങുകയാണ്. ജാനുവരി എന്ന് പറഞ്ഞിട്ട് ഒരു ഒലീവ് ഗ്രീൻ കളറിലാണ് ഫസ്റ്റ് പേജ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ മറിക്കുന്ന സമയത്ത് ജസ്റ്റ് കീപ് മൂവിങ് എന്ന് പറഞ്ഞിട്ട് ആ പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. യു ഹാവ് ദ കറേജ് ടു ബിഗിൻ ഓൾ ഓവർ അഗെയിൻ എന്ന്. കഴിഞ്ഞ വർഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫെയിലിയേഴ്സ് വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും നമുക്കൊരു ചാൻസ് ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു കോട്ടായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. പിന്നെ ജാനുവരി മന്ത് എഴുതി വെക്കാനായിട്ട് ഡേറ്റ് ഇട്ടിട്ട് ഓരോ ദിവസവും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഓർത്ത് വെക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാനുള്ളൊരു കലണ്ടറായിട്ട് ആ മുകളിലെ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. വർക്ക്, ഹോബീസ്, സെൽഫ് കെയർ, നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട മേജറായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനുള്ള ഒരു ടു ഡു ലിസ്റ്റ് എഴുതാനുള്ളൊരു സ്പേസും അവിടെ ഉണ്ട്. ഇതാണ് മന്ത്ലി സ്പ്രെഡിൻ്റെ ഫസ്റ്റ് പേജ്. ഇനി അങ്ങോട്ട് വരുന്ന പേജുകളെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. തുടക്കത്തിലുള്ള കുറച്ച് പേജുകളും പിന്നെ മന്ത്ലി സ്പ്രെഡിൻ്റെ ആദ്യത്തെ ആ ഒരു പേജും മാത്രമേ കളറുള്ള പേജായിട്ടുള്ളൂ. പിന്നെ അടുത്ത പേജിൽ മന്ത്ലി ഗോൾസ് എഴുതി വയ്ക്കാനുള്ളൊരു സ്പേസാണ്. ഗോൾ നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 ഗോൾസ് എഴുതാം. അത് അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻസ് താഴെ എഴുതി വയ്ക്കാം. ഓരോ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് അച്ചീവ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ, ആ കാര്യങ്ങൾ പോയിൻറ്റ്സ് ആയിട്ട് താഴെ എഴുതി വയ്ക്കാനായിട്ട് പറ്റും. ഇതും പ്രാക്ടിക്കലി നമുക്ക് വളരെയധികം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേജ് തന്നെയാണ്. അടുത്തത് എക്സ്പെൻസ് ട്രാക്കറാണ്. നമ്മൾ ആദ്യം ഒരു ഓവറോൾ വ്യൂ ഒക്കെ എഴുതി വെച്ചതുപോലെ തന്നെ ഇവിടെ ഓരോ മന്തായിട്ട് നമുക്ക് മന്ത് വൈസ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേജാണ് ഈ എക്സ്പെൻസ് ട്രാക്കർ. അപ്പോൾ ഇതിൽ നമ്മുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസസും അത് ഏതൊക്കെയാണ് ഫിക്സ്ഡ് എക്സ്പെൻസസ്, വാരിയബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് ഏതൊക്കെയാണ്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കാനായിട്ട് പറ്റും. അടുത്തത് ഹാബിറ്റ് ട്രാക്കറാണ്. ഇവർ ഓൾറെഡി കുറച്ച് ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിന് പകരം നമ്മൾ എന്താണോ പെർട്ടിക്കുലർലി ട്രാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ആ ഭാഗം മാത്രം എന്തെങ്കിലും
പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ട് അവിടെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹാബിറ്റ് അതിന് പകരം എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അവർ 4 ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാനുള്ളൊരു സ്പേസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് മീൽ പ്ലാനറാണ്. ഇതും യൂസ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഓരോ ദിവസവും കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പ്ലാൻ ചെയ്യാനും ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ എഴുതി വയ്ക്കാനും ആ സ്പേസ് ഉപയോഗിക്കാം. നെക്സ്റ്റ് പേജ് മുതൽ ടു ഡു ലിസ്റ്റാണ്. ഓരോ ദിവസവും എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മൺഡേ ടു സൺഡേ എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കാനായിട്ട് ടു ഡു ലിസ്റ്റിൻ്റെ ഒരു സ്പേസാണുള്ളത്. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ മീൽ പ്ലാനർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ടു ഡു ലിസ്റ്റ് എഴുതാനുള്ള സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ആഴ്ചയായിട്ട് ഈ ഒരു മന്ത്ലി സ്പ്രെഡിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ജാനുവരി എല്ലാ ആഴ്ചയും കഴിയുമ്പോൾ അവസാനത്തെ പേജിലേക്ക് വരുന്ന സമയത്ത് ആ മന്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ മന്ത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചോ എന്ന് മനസ്സിലാക്കാനായിട്ട് ടോപ്പ് അക്കംപ്ലിഷ്മെൻറ്റ്സും അതുപോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നെക്സ്റ്റ് മന്തിലേക്ക് വരുത്തേണ്ടത് എന്നും എഴുതി വയ്ക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റായിട്ട് 2-3 കാര്യങ്ങൾ എഴുതി വയ്ക്കാനുള്ളൊരു സ്പേസും അവിടെയുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാ മന്തിലേക്കും ഇനി അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയും അതുപോലെ തന്നെ മാർച്ചും ഒക്കെ ഇതുപോലെ തന്നെ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് മന്ത്ലി സ്പ്രെഡിൽ ഉള്ളത്. പിന്നെ അതിൻ്റെ കവർ പേജിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു മന്ത്ലി സ്പ്രെഡിൻ്റെ കവർ പേജിൽ മാത്രമേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അതും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. കുറച്ച് പേസ്റ്റൽ അല്ലെങ്കിൽ കുറച്ച് ഡള്ളായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് മന്ത്ലി സ്പ്രെഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്കത് നന്നായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരുപാട് കളേഴ്സൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ഡള്ളായിട്ട് എന്നാൽ ഭംഗിയായിട്ട് തന്നെ ആ ഒരു മന്ത്ലി സ്പ്രെഡ് വന്നിട്ടുണ്ട്. അതെല്ലാം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. വെറുതെ ബ്ലാങ്ക് സ്പേസ് ആണ്. അവിടെ നമുക്ക് ഈ വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെക്കാനുണ്ട്, എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ നടന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ പിക്ചേഴ്സായിട്ട് ഒട്ടിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാനറിലുള്ളത്. എനിക്കിതൊരു സിമ്പിളായിട്ടുള്ള നല്ല പ്ലാനറായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ പ്ലാനേഴ്സ് പൊതുവേ എക്സ്പെൻസീവാണ്, പ്രത്യേകിച്ച് കളർ ഉള്ള പ്ലാനേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 500 ബിലോ ആയിട്ടാണ് ഇത് കിട്ടിയത്. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്ന പ്രൈസ് അല്ല കേട്ടോ, ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. 500 ബിലോ ആയിരുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്രയധികം കൂടിയിട്ടൊന്നും ഉണ്ടാവില്ല. 500 റേഞ്ചിൽ തന്നെ അത് കിട്ടാനാണ് സാധ്യത. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.